സ്വർണ്ണ വിപണിയിൽ സ്ഥിരമായുള്ള കുതിപ്പിനിടെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ വില കുറയുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ ഇപ്പോഴുള്ള കുറവ് അങ്ങനെ ആശ്വസിക്കാൻ വകയില്ല. കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് ഇപ്പോഴും ശക്തമാണ്. അതിനാൽ തന്നെ അധികം വൈകാതെ പവന് വില 2026 പകുതിയോടെ 1.5 ലക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും സ്വർണ്ണശേഖരമുള്ള രാജ്യം. വെള്ളി ഉൽപാദന പട്ടികയിൽ മെക്സിക്കോ ഒന്നാമതുണ്ട്. ചൈനയും പെറുവും തൊട്ടുപിന്നിലാണുള്ളത്. എന്നാൽ ഏറ്റവും വലിയ സ്വർണ്ണശേഖരമുള്ള ആദ്യ 10 രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട്. ഇന്ത്യ 800 ടണ്ണിലധികം കരുതൽ ശേഖരവുമായി 9ാം സ്ഥാനത്താണുള്ളത്. നമുക്കറിയാം, സ്വർണം, വെള്ളി, ആഭരണങ്ങളെന്നും ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഇവ രണ്ടും പരമ്പരാഗതമായുള്ള നിക്ഷേപ മാർഗം കൂടിയാണ്. 2025 അവസാനം മുതൽ സ്വർണം, വെള്ളി നിരക്കുകൾ രാജ്യത്ത് കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥിരമായുള്ളൊരു കുതിപ്പാണ് കണ്ടത്. ഇതെല്ലാവരിലും അങ്കലാപ്പ് സൃഷ്ടിച്ചു. എന്നാൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ അല്ല, കൂടുതൽ തവണകളിൽ വില കുറയുന്നതാണ് കണ്ടത്. ജനുവരി 29-നായിരുന്നു സ്വർണത്തിന്റെ വില ഏറ്റവും ഉയർന്നു നിന്ന് പവൻ വില 1,31,000-ന് മുകളിലെത്തിയത്. പൊതുവെ യുദ്ധം ഉൾപ്പെടെയുള്ള അനിശ്ചിതകാലാവസ്ഥകളിൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുതിച്ചുയരാറുണ്ട്. എന്നാൽ ഇത്തവണ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും വിചാരിച്ച കാര്യങ്ങളല്ല സംഭവിച്ചത്. മറിച്ചാണ് കാര്യങ്ങൾ പോയത്. അതായത് സ്വർണ്ണവിലയിൽ വലിയ തകർച്ച സംഭവിച്ചു. ഈ വർഷം സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത്. 2026 അവസാനത്തോടെ രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് $6,000 എത്തുമെന്നും പ്രവചനങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവൻ വില കുതിക്കും. പവൻ വില 1,50,000 രൂപയിലേക്ക് പറക്കും. ഇനി ആഭരണമായിട്ടാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലിയും 3% GSTയും ഹോൾമാർക്കിംഗ് ചാർജുമൊക്കെ ചേർത്താൽ 1,70,000 രൂപയെങ്കിലും നിങ്ങൾ നൽകേണ്ടി വരും. പണപ്പെരുപ്പം സംബന്ധിച്ച കണക്കുകൾ, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിലെ സ്ഥിതിഗതികൾ എന്നിവയാണ് ഇപ്പോൾ സ്വർണത്തിന്റെ ട്രെൻഡ് തീരുമാനിക്കുന്നത്. യുദ്ധം കെട്ടടുങ്ങുകയാണെങ്കിൽ ക്രൂഡ് വില താഴുകയും സ്വർണ്ണവില വീണ്ടും $5,000 എന്ന നിർണായക നിലവാരത്തിലേക്ക് കുതിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ വിലയിൽ വലിയ മാറ്റം വരും. നിലവിൽ യുദ്ധമാണ് പ്രധാന കാരണമെങ്കിൽ സ്വർണ്ണവിലയുടെ തകർച്ചയ്ക്ക് യുദ്ധം മാത്രമല്ല കാരണമായി പറയുന്നത്. കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത്, പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത്, ഡോളറിനോടുള്ള ആശ്രയം കുറയ്ക്കാനുള്ള ആഗോള പ്രവണത എന്നിവയെല്ലാം സ്വർണ്ണവിലയുടെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ത്യയിൽ സ്വർണ്ണവില 2 ലക്ഷം കടക്കാൻ ആഗോള വിലയുടെ കുതിപ്പ്, രൂപയുടെ മൂല്യനഷ്ടം, ആഭ്യന്തര പ്രീമിയം വർധനവ് എന്നിവയെല്ലാം ഒരുമിച്ച് സംഭവിക്കേണ്ടതുണ്ട്. അതിനാൽ അടുത്ത കാലയളവിൽ വലിയ ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെങ്കിലും 2 ലക്ഷം എന്ന നില അത്യന്തം ഗുരുതരമായ സാഹചര്യത്തിൽ മാത്രമേ സംഭവിക്കൂ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ ചലനങ്ങൾ പ്രതിഫലിച്ച് സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഇന്നില്ലാതെ തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,311 എന്ന നിരക്കിലാണ് വ്യാപാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും US-ഇറാൻ സമാധാന ചർച്ചകളും എണ്ണവിലയിൽ ഉണ്ടാക്കിയ ഇടിവുമാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.